സ്റ്റൗവാണെങ്കിൽ തുടച്ച് പറക്കി ഇട്ടിട്ട് പെയ്യില്ലെങ്കിൽ ആ കറികൾ വിടുന്നത് അതുപോലെ ഇരിക്കും. പിന്നെ അമ്മ വീട്ടിൽ 2 കുക്കർ ഇരിക്കണം. കല്യാണത്തിന് കിട്ടിയതേ 2 കുക്കർ ഇരിക്കണേ. ഞാനേ അമ്മയ്ക്ക് കൊണ്ടുതരാം. 2 ഇരിക്കണം അമ്മയ്ക്ക് കൊണ്ടുതരാം. അമ്മ വിഷമിക്കണ്ട. ഞാൻ ഇന്ന് പോകുമല്ലോ വീട്ടിൽ, അപ്പം ഞാൻ അമ്മയ്ക്ക് എടുത്തുകൊണ്ട് തരാം. 2 കൊണ്ട് തരാം അമ്മയ്ക്ക്. അമ്മയ്ക്ക് വേറെ വല്ല പാത്രം വേണം? മക്കൾക്ക് കുക്കർ കിട്ടിയതുണ്ടാ? 2 ഉണ്ടാ? അമ്മയ്ക്ക് എടുത്തുകൊണ്ട് തരുമോ? പിന്നെ അത് പൊട്ടിയല്ലേ സാരമില്ല. വാ, കറി കൊണ്ടുപോകണതാ. അത് ഞാൻ പറയാം, മറന്നുപോയെന്ന് പറഞ്ഞിട്ട് സീമയുടെ പാത്രത്തിൽ നിന്ന് ഇത്തുപോരം എടുക്കാം. സീമ കൊണ്ടുവരും. സീമ തോനെ കറി കൊണ്ടുവരും. അവൾക്ക് കാപ്പിക്ക് തോനെ കറി വേണം. ഇന്നത്തേക്ക് സീമയുടെ പാത്രത്തിൽ നിന്ന് എടുക്കാം. പുതിയ കുക്കറും കിട്ടും. പിള്ളേരെ വഴക്ക് പറഞ്ഞതേ വെറുതെ ആയിപ്പോയി. മക്കൾ സാരമില്ല, മക്കൾ ചെന്ന് കിടന്നോളി. മക്കൾ കുക്കർ കൊണ്ട് തരുമില്ല. അമ്മയ്ക്ക് സന്തോഷമായി, കുഴപ്പമില്ല കേട്ടോ, സാരമില്ല. കുക്കറൊക്കെ ആകുമ്പം പൊട്ടും എടുക്കും. ഞാൻ സീമയുടെ പാത്രത്തിൽ നിന്ന്, പിന്നെ പുഷ്പയുടെ പാത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ സിന്ധുവിൻ്റെ ആരെങ്കിലും പാത്രത്തിൽ നിന്ന് ഞാൻ ഇതുപോലെ കറി എടുക്കാം. കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അവരൊക്കെ വിശ്വസിച്ചോളും. കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ മക്കൾ പോയി കിടന്നോളി. അമ്മയ്ക്ക് വൈകുന്നേരം പോയി എടുത്തോണ്ട് വരണേ മക്കൾ കുക്കർ. പോയി കിടക്കി. അങ്ങോട്ട് ജോലി ചെയ്യടി. ആ കൊച്ചു കുക്കറൊക്കെ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ജോലി ചെയ്യും. കൊച്ചിന് തലവേദന ഇന്നലെ. 2 കുക്കർ കിട്ടുമെന്ന് പറഞ്ഞ് നിന്നെ എത്തി വഴക്ക് പറഞ്ഞാൽ 2 കുക്കർ നമുക്കൊന്ന് കൊണ്ടുവരുമെന്നേ. അവിടെ ചെന്ന് കിടക്കട്ട്. കുക്കർ കൊണ്ടുവരും. പിന്നെ അമ്മേ തൊഴിലുറപ്പിന് പോട്ടെ കേട്ടാ. മക്കൾ നോക്കിക്കോ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കേട്ടാ. അവളെ സമയത്തിന് വിളിച്ച് ഏൽപ്പിച്ച് വല്ലതും കൂടിയൊക്കെ ചെയ്യും. അമ്മ പറഞ്ഞത് നോക്കണ്ട കേട്ടാ. അപ്പിയെ നോക്കിക്കോളണേ. അമ്മ പെയ്യിട്ട് വരട്ടെ കേട്ടാ.